Hi friends, welcome back to our channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കിഡിലൻ പായസം റെസിപ്പിയാണ് കേട്ടോ. മാക്രോണി പായസം അല്ലെങ്കിൽ പാസ്ത പായസം. മാക്രോണി പാസ്ത ഒന്നും ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ. പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് മാക്രോണി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പാസ്തയോ മാക്രോണിയോ വെച്ചിട്ട് നമുക്കൊരു കിഡിലും പായസം റെഡിയാക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്ക് സേമിയൊക്കെ റെഡിയാക്കുന്ന ആ ഒരു ടൈം മാത്രമേ വേണ്ടൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഈ ഒരു പായസം റെഡിയാക്കാനായിട്ട് ഇവിടെ 1 കപ്പ് അളവിൽ മാക്രോണി എടുത്തിട്ടുണ്ട്. 1 കപ്പ് അളവ് എന്ന് പറയുമ്പോൾ ഗ്രാം കണക്കിന് പറയുകയാണെങ്കിൽ 100 ഗ്രാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സൈസിലുള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുഞ്ഞ് സൈസാണ് ഉള്ളത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പിലുള്ള വേണമെന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ എന്തായാലും മാക്രോണിയൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഒരു ഐറ്റം തന്നെയാണ്, പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏത് ഷേപ്പുള്ള മാക്രോണി പല ഷേപ്പിലും നമുക്ക് അവൈലബിൾ ആണല്ലോ. അപ്പോൾ ഏത് ഷേപ്പിലുള്ളതാണ് ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വലുപ്പമുള്ള പാസ്ത ടൈപ്പ് ലെങ്ത് ഒക്കെ ഉള്ളതാണെങ്കിൽ അതായാലും കുഴപ്പമില്ല, ഇതുപോലത്തെ ആണെങ്കിൽ കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ ഇപ്പോൾ കുഞ്ഞായിട്ടുള്ളതല്ലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാനിവിടെ ഏതാണ്ട് ഒരു പകുതിയിലധികം ഭാഗം ഞാനൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് മുഴുവനായിട്ട് വലുപ്പമുള്ള പാസ്തയോ മാക്രോണിയോ ആണെങ്കിൽ നിങ്ങൾ മുഴുവനായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു കുഞ്ഞ് സൈസുള്ള കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല, കുഞ്ഞാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കുറച്ച് പകുതി ഭാഗം മാത്രമേ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുള്ളൂ. ബാക്കി പകുതി ഭാഗം ഈ ഒരു മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ഈ ചെറിയ മിക്സിയുടെ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പകുതിയല്ല ഈ ഒരു സൈസുള്ള മാക്രോണി നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് ക്രഷ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മുഴുവനും ചെയ്യട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ക്രഷ് ചെയ്തെടുത്തതിന് നമ്മൾ അടപ്പായസമൊക്കെ കഴിക്കുന്നുണ്ടല്ലോ, ആ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാവുക കടിക്കുമ്പോൾ. അപ്പോൾ പകുതിയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ കണ്ടില്ല, ഇത്രയും ഞാൻ ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരട്ടെ. ഇപ്പം കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാനൊന്ന് നുറുക്കിയെടുത്ത് വന്നിട്ടുണ്ട്. ഏതാണ് നമ്മൾ അടപ്പായസത്തിൻ്റെ അടയൊക്കെ പോലെ ഉണ്ടല്ലോ. ഇനി നമുക്ക് ഈ സെയിം ബൗളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ മാക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ട്, അങ്ങനെ വെള്ളത്തിന് കണക്കൊന്നുമില്ല കേട്ടോ, കാരണം വെന്ത് വരുമ്പോൾ നമ്മൾ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ, ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക, പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചതും മുഴുവനായിട്ടുള്ള മാക്രോണി മിക്സ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഏതാണ്ട് ഒരു 1/4 ഭാഗത്തോളം മാത്രം വെന്ത് കിട്ടിയാൽ മതി കേട്ടോ, കാരണം മുഴുവനായിട്ട് 100% വെന്ത് കിട്ടണ്ട. നമ്മൾ ഇനി പായസം റെഡിയാക്കുന്ന സമയത്ത് പാലിലിട്ടിട്ടും വേവിക്കുമല്ലോ, അതുകൊണ്ട് ഇപ്പം 1/4 ഭാഗത്തോളം മാത്രം ഒന്ന് വേവിച്ചെടുക്കുക. ഇത് വേവിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഇപ്പം ഞാൻ അടപ്പ് തുറന്ന് ചെക്ക് ചെയ്ത സമയത്ത് വെന്തിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ്. ചെറുതായിട്ട് കളറൊക്കെ മാറി വരും നമ്മളെ മാക്രോണിൻ്റെ. അപ്പോൾ ഇപ്പോൾ 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. മാക്സിമം പോയാൽ ഒരു 80%ഓളം വേവ് കേട്ടോ, എന്നാലും ഒരുപാട് വേവിക്കണ്ട. ഇനി നമുക്കിതൊരു അരിപ്പയിൽ ഇട്ടിട്ട് കോരി മാറ്റിയെടുക്കാം. ഒരു സ്ട്രെയിനറിലേക്ക് ഉടനെ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ, എങ്കിൽ വെള്ളം നന്നായിട്ട് പോയി കിട്ടിക്കോളൂ. അപ്പോൾ മുഴുവൻ മാക്രോണി ഞാൻ ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം, ഏതാണ്ട് 1 ഗ്ലാസ് അളവിൽ പച്ചവെള്ളം ഒന്ന് ഇതിൻ്റെ മുകളിൽ കൂടി ഒഴിച്ചു കൊടുക്കുക. എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലായിട്ട് കൊഴുപ്പുണ്ടാവും. ആ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ഒക്കെ ഇതുപോലെ ഒരു കൊഴുപ്പ് അടിഞ്ഞുകൂടിയിട്ടുണ്ടാവും ഈ മാക്രോണിൻ്റെ മേലെ, അപ്പോൾ ഒട്ടിപ്പിടിച്ച രീതിയിൽ ഉണ്ടാകുക. അപ്പോൾ ഈ ഒരു പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ കിട്ടിക്കൊള്ളും കേട്ടോ, അതിന് വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ഇവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചേർത്തെന്ന് വെച്ചാൽ നിങ്ങൾ അതുപോലെ 2 ടേബിൾ സ്പൂൺ ചേർക്കണം എന്നില്ല. ചിലവർക്ക് ഒരുപാട് നെയ്യുള്ള ഐറ്റംസ് ഒന്നും ഒരുപാട് ഇഷ്ടപ്പെടണമെന്നില്ല, അങ്ങനെയാണ് കുറച്ചോളൂ കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള നെയ്യ് ചേർക്കണം. ഞാൻ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നെയ്യ് അത്യാവശ്യം മെൽട്ടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കാഷ്യൂ ചേർത്ത് കൊടുക്കുക. ഇതിനൊന്നും കറക്റ്റ് അളവൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾക്ക് എത്രയാണോ കഴിക്കാൻ താല്പര്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നോർമലി നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്ന പോലെ ഒരു ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് മുന്തിരി ഒന്ന് റോസ്റ്റായി വരുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റിയെടുക്കാം. ഒരുപാട് കരിക്കണ്ട കേട്ടോ, ഈ ഒരു രീതിയിലാകുമ്പോൾ ഒന്ന് കോരിയെടുക്കുക. ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക.
ഇനി ഈ ഒരു സെയിം പാനിലേക്ക്, ഈ ഒരു സെയിം നെയ്യിലേക്ക് തന്നെ നമുക്ക് 1 ലിറ്റർ അളവിൽ പാലാണ് കേട്ടോ ഞാൻ ഇവിടെ ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ലിറ്റർ എന്ന് പറയുന്ന 4 കപ്പ് 250 ml 4 കപ്പ് പാലാണ്. അപ്പോൾ 4 കപ്പിൽ 3.5 കപ്പോളം പാല്, നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ ചേർത്തിട്ട് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ 1 ലിറ്റർ ചേർത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് അളവിന് 1 ലിറ്റർ പാല് കണക്കാണ് കേട്ടോ. ഈ ഒരു പായസത്തിന് നല്ല പെർഫെക്റ്റ് അളവാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാനിപ്പോൾ 1/2 കപ്പേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് 1 കപ്പ് വരെയൊക്കെ ചേർത്ത് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അതുപോലെ തന്നെ വെള്ളം ചേർക്കാതെ 1 ലിറ്റർ മുഴുവനായിട്ട് പാല് വേണ്ടിക്ക് അങ്ങനെയും ചേർക്കുക. ആ ഒരു സമയത്ത് ഒരു പാലിൻ്റെ തന്നെ ഫ്ലേവർ മുന്നിൽ നിൽക്കും. അതുകൊണ്ടാണ് ഞാനൊരു 1/2 കപ്പ് അളവിൽ വെള്ളം ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. ഇനി ജസ്റ്റ് ഇതൊന്ന് പാലൊന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാൽ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള മധുരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര മധുരം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് മധുരം ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം മധുരം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് പഞ്ചസാര മെൽട്ടായിട്ട് പാലൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ പാല് കണ്ടില്ല, അത്യാവശ്യം തിള വരുന്നുണ്ട്. സൈഡിൽ നിന്നൊക്കെ തിളക്കാൻ തുടങ്ങുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരണം കേട്ടോ. എന്നിട്ട് നമ്മുടെ മാക്രോണി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ലോ ഫ്ലെയിമിലാക്കുക. ഒരു മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് പാലൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് മാത്രം മാക്രോണി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മാക്രോണി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മാക്രോണി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 3/4 ഭാഗത്തോളം വെന്തിട്ടുള്ളൂ. ഒന്ന് മുഴുവനായിട്ട് വെന്തുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് തന്നെ റെഡി ആകും കേട്ടോ. ഇനി ഒരുപാട് സമയമൊന്നും വേണ്ട. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളൂ. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ മധുരം നിങ്ങൾ ഈ ഒരു സമയത്തൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം നമ്മുടെ മാക്രോണി ഇട്ടതിന് ശേഷം തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേവിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഹൈയിലിടരുത് കേട്ടോ. അപ്പോൾ പാല് പെട്ടെന്ന് വറ്റിപ്പോവും വേവാതെ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ലോ ടു മീഡിയത്തിൽ തന്നെ ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളൂ. എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പായസമാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മാക്രോണൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം കേട്ടോ. ഒരുപാട് ആവരുത്. ഇതുപോലെ സ്പൂണിലോ സ്പാച്ചിലോ എന്തെങ്കിലും ഇട്ടിട്ട് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജാണ് കേട്ടോ. നമ്മുടെ പായസമൊക്കെ ഏതാണ്ട് റെഡിയായി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് ഏലക്കാപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക മാത്രം പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കും മതി. അപ്പോൾ നോക്കിയിട്ട് നിങ്ങളുടെ ഫ്ലേവറിനൊക്കെ അനുസരിച്ചിട്ട് അതിൽ മാറ്റം വരുത്തുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മുടെ പായസമൊക്കെ റെഡിയായി. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്നില്ല കാഷ്യൂ മുന്തിരിയൊക്കെ, അതും കൂടി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഇത് ലൂസായിട്ട് വെള്ളം പോലെയല്ലേ പായസം കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് നമ്മൾ സ്പൂണൊന്നും ഇട്ട് ഇളക്കാതെ അടച്ച് വെച്ചിട്ട് അതിന് ഡിസ്റ്റർബ് ചെയ്യാതെ മാറ്റി വെക്കുക കേട്ടോ ഒരു സൈഡിൽ. അപ്പോൾ ആ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അടപ്പ് തുറന്ന് നോക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുറുകിയിട്ട് ഒരു പാകത്തിനുള്ള കൺസിസ്റ്റൻസി ഒക്കെ ആയി വരും കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ അടച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ. നല്ലോണം തണുത്ത് വരുന്ന സമയത്തേക്ക് ഓക്കെ ആവും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പായസം ഞാൻ സെർവ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, നിങ്ങൾക്ക് ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര തിക്നെസ് ഉണ്ടെന്ന്. നേരത്തെ എത്ര ലൂസായിട്ടാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് അല്ലേ. കുറഞ്ഞ സമയമല്ലേ, നമുക്ക് മാക്രോണി വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പായസം തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി അങ്ങനെ ഒരുപാട് പേരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല മാക്രോണിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ധൈര്യത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസം റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്